ബഡീസ് ഈ സംസാരിക്കുന്നത് ആരോടാന്നല്ലേ? വേറെ ആരുമല്ല, വീടിന്റെ ഓണറമ്മ. സമയം 9 മണി. പാലക്കാടുള്ള ശിശോഭ് എന്ന ചങ്കിന്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കാണ്ടോ. അമ്മയോട് യാത്ര പറയാനാണ് പോയത്. പക്ഷെ അമ്മയുടെ നിന്ന് കിട്ടിയ മറുപടി വേറെയായിരുന്നു. നിനക്കൊക്കെ വട്ടാടാന്ന്, ഈ നേരത്ത് പോയിട്ട് എപ്പോ എത്താനാണ്? രാത്രി ഒറ്റ മനുഷ്യൻ റോഡിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടോ അമ്മ. ഇന്നൊരു വെറൈറ്റിക്ക് ലുങ്കി എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. കോഴിക്കോട് നിന്നും പാലക്കാട് വരെ. കുപ്പിയിൽ കുറച്ച് കരിങ്ങാലി വെള്ളം എടുത്തിട്ടോ. അങ്ങനെ പാലക്കാട്ടേക്ക് മാപ്പ് ഇട്ടു. 121 കിലോമീറ്റർ, 3 മണിക്കൂർ 14 മിനിറ്റ്. അങ്ങനെ മൊബൈലിൽ എന്റെ പാട്ട് വിട്ട് യാത്ര തുടങ്ങി. 9 മണിക്ക് മാപ്പ് നോക്കിയപ്പോൾ 11:45 എത്തുന്ന കാണിച്ചത്. അങ്ങനെ അതും കഴിഞ്ഞ് പ്ലേലിസ്റ്റിൽ വേറൊരു പാട്ട് വന്നിട്ടോ. പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കണേ. മന്മഥൻ എന്ന സിനിമയിലെ കാതൽ വളർത്തി. അധികം സൗണ്ടിലൊന്നും പാട്ട് വെക്കാറില്ല. അങ്ങനെ വൈബായിട്ട് യാത്ര തുടർന്നിട്ടോ. ഒരു 200 എണ്ണടിക്കുകയും ചെയ്തു. ഇപ്പൊ മാപ്പ് നോക്കുമ്പോൾ 12 മണിക്ക് എത്തുന്നു. മഞ്ചേരി വഴി പോകാനാണ് എളുപ്പം. അങ്ങനെ മഞ്ചേരി ടൗൺ എത്തിയിട്ട് നല്ലൊരു ഉഗ്രൻ പാലട പായസം തന്നെ കുടിച്ചു. ഇപ്പോഴും മനസ്സിലുള്ളത് വീടിന്റെ ഓണറമ്മ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് പോകണ്ട, നാളെ രാവിലെ പോയാൽ മതി. പിന്നീട് ആലോചിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. രാത്രിയല്ലേ, എന്തിനു പറ്റി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ബ്രോ സെവനപ്പ് തന്നത്. എന്തിനാന്നല്ലേ, ശരിക്കും ബഡീസ് വണ്ടി കംപ്ലൈന്റ് ആയി. 1 കിലോമീറ്റർ വണ്ടി തള്ളിട്ടോ. ആ ക്ഷീണം മാറ്റാൻ വേണ്ടി തന്നെയാണ് എനിക്ക് ബ്രോ സെവനപ്പ് തന്നത്. അപ്പോഴേക്കും സമയം 12 മണി കഴിഞ്ഞിരുന്നു. മെക്കാനിക് ഷോപ്പ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ മെക്കാനിക് ഷോപ്പിലേക്ക് വണ്ടി എത്തിച്ചേരാൻ പറഞ്ഞിട്ട് ആള്. എന്നിട്ടും ആ ബ്രോ പോയില്ല കേട്ടോ. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് ആൾക്ക് തോന്നി. ഒന്നും നോക്കിയില്ല, സമയം നോക്കാണ്ട് മെക്കാനിക് ഷോപ്പുകാരെ വിളിച്ചു. ആ ബ്രദറിനെ അറിയുന്ന ആൾക്കാരായോണ്ട് അവരപ്പം തന്നെ വന്നു. പക്ഷെ വേറൊരു അതിശയം കൂടെ, വണ്ടിയുടെ കംപ്ലൈന്റ് നോക്കാൻ വന്ന ചേട്ടന്മാരുടെ വീട് ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ്. അവര് വരുന്നത് വരെ ആ ബ്രോ എന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അധികം ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലമായോണ്ട് എനിക്ക് കൂട്ടിന് നിന്നതാ. ന്യൂ ജനറേഷന്റെയും ടെക്നോളജിയുടെയും കാലത്ത് ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ടെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സന്തോഷം. അങ്ങനെ അവരോട് കൈയും കൊടുത്ത് നന്ദി പറഞ്ഞ് ഞാൻ യാത്രയായി. ജീവിതത്തിൽ തന്നെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. എന്നുമല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് ഓർക്കും. അങ്ങനെ മുണ്ടൂരെത്തി മാഗി നൂഡിൽസ് കഴിച്ച് നേരെ ശിശോഭിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ശിശോഭ് നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ അവനെ എണീപ്പിച്ചില്ല. ശിശോഭിന്റെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകൾക്കുള്ള റൂം ഇതാണ്. ടെറസിന്റെ മേലെ ചെറിയൊരു മുറി. ഇത് അമ്മയുടെ സ്റ്റിച്ചിങ് ഏരിയ ആണ് കേട്ടോ. ഇതാണ് ശിശോഭിന്റെ ഏട്ടന്റെ മോൾ. എന്നും വരുമ്പോൾ ഞാൻ ഈ ചുമരിലേക്ക് ഒന്ന് നോക്കാറുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സുന്ദരി കുഞ്ഞുവാവ? ഇത് 1 വർഷം മുന്നേ ഒട്ടിച്ച ഫോട്ടോസ് ആണ് കേട്ടോ. കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്നു പോകും. ഇപ്പൊ നമുക്ക് ഉറങ്ങാൻ സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.